ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു LGS എക്സാമിൻ്റെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് തന്നെയാണ് കേട്ടോ. കാരണം ഒരു PSC എക്സാമിൽ നമുക്ക് കൂടുതൽ മാർക്ക് മേടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്നത് കഴിഞ്ഞു പോയ PSC എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കലാണ്. ഇതൊക്കെ ഒപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. കാരണം നമുക്കൊരു എക്സാം നടത്തുമ്പോൾ ലഭിക്കുന്ന മാർക്കിനേക്കാൾ കൂടുതലായിട്ട് കിട്ടണം അടുത്തൊരു എക്സാം നടത്തുമ്പോൾ. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ് വരുന്നുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. 2, പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, KR സച്ചിദാനന്ദൻ. 3, കോട്ടയത്തെ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത്? 3, ഓപ്ഷൻ സി, അടൂർ ഗോപാലകൃഷ്ണൻ. 4, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്നറിയപ്പെടുന്നത്? 4, ഓപ്ഷൻ ഡി ആണ്, അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. 5, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിൻ്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധി? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, VP മേനോൻ. 6, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 6, ഓപ്ഷൻ എ തന്നെയാണ്, അജൽ മിശ്ര. 7, ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? ആൻസർ ഓപ്ഷൻ എ ആണ്, ലക്നൗ. ഇതിൽ നിന്ന് നമുക്കൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടി ലഭിക്കുന്നുണ്ട്. ദേശീയ യുവജന ദിനാഘോഷം എന്നാണ്? ജനുവരി 12. 8, 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്, ലേ. 9, നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്, ന്യൂഡൽഹി. 10, 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി? പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്, കൃതിക് പാണ്ഡെ. 11, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ഈജിപ്ത്, ഓപ്ഷൻ ഡി ഇറാൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്രസീൽ. 12, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി? 12 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 8,4 നോർത്ത്, 37,6 നോർത്ത്. 13, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമി. 14, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? ഓപ്ഷൻ ബി, കൊടൈക്കനാൽ. 15, ബംഗാൾ ഉൾക്കടൽ നിർവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ഓപ്ഷൻ സി ആണ്, നർമ്മദ. 16, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? 16, ഓപ്ഷൻ സി, സിന്ധു. 17, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും എടുത്തതാണ്? 17, ഓപ്ഷൻ എ അറബി. മൺസൂൺ എന്ന വാക്ക് അറബി ഭാഷയിൽ നിന്ന് എടുത്തതാണ്. 18, കാൽബൈശാഖി എന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കാറ്റ്. 19, അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? 19ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. 20, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം? ആൻസർ എന്നത് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കാഞ്ചൻജംഗ ദേശീയോദ്യാനം. 21, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ? 21ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്, വാസ്കോ ഡ ഗാമ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡ ഗാമ. 22, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? 22 ഓപ്ഷൻ എ ആണ്, 1858. 23, ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? 23 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വാറൻ ഹേസ്റ്റിങ്സ്.
24 ഇന്ത്യയുടെ മത-സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം. 24 എന്നത് ഓപ്ഷൻ ഡി ആണ്, ബ്രഹ്മസമാജം. 25 ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 25-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1815. 26 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. 26 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 27 പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. 28 ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം? ആൻസർ ഓപ്ഷൻ സി, ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. 29 ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി? ഓപ്ഷൻ സി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 30 ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി? 30 ആൻസർ ഓപ്ഷൻ സി ആണ്, ഡോക്ടർ സക്കീർ ഹുസൈൻ. 31 ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ, മൗലികാവകാശങ്ങൾ. 32 മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി? 32 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 24-ാം ഭേദഗതി. 33 സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? 33 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 44-ാം ഭേദഗതി. 34 പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്? 34 ആൻസർ ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 16. 35 അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏതു വകുപ്പ് പ്രകാരമാണ്? 35 ആൻസർ ഓപ്ഷൻ ബി ആണ്, 359. 36 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. 37 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗവർണർ. 36 താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? 38 ആൻസർ ഓപ്ഷൻ എ, കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. നമ്പർ 39 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ? 39 ആൻസർ ഓപ്ഷൻ ബി ആണ്, മുഖ്യമന്ത്രി. 40 ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? ആൻസർ ഓപ്ഷൻ ഡി, അലോക് റവാത്ത്. 41 കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്? ആൻസർ ഓപ്ഷൻ എ, മഞ്ചേശ്വരം. 42 ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ആൻസർ ഓപ്ഷൻ ബി, 1.18%. 43 കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം? 43 ഓപ്ഷൻ സി, കുണ്ടറ. 44 മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, പെഡോളജി. 45 വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം? ആൻസർ ബി, സൈലന്റ് വാലി. കൃതിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? 46 ഓപ്ഷൻ ബി, കൈത്തറി. 47 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട്? ആൻസർ ഓപ്ഷൻ സി ആണ്, നീണ്ടകര. 48 KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്? ആൻസർ ഓപ്ഷൻ ഡി, നല്ലളം. 49 കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? 49 ഓപ്ഷൻ എ ആണ്, നിലമ്പൂർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂർ. 50 കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? 50 ഓപ്ഷൻ ഡി ആണ്, ഡിണ്ടിഗൽ ടു കൊല്ലം. 51 കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര്? 51 ഓപ്ഷൻ ബി ആണ്, ആഗമാനന്ദ സ്വാമി. 52 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 52 ആൻസർ ഓപ്ഷൻ ബി ആണ്, അക്കാമ ചെറിയാൻ. 53
തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. 53 ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. 54 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 54 ആൻസർ ഓപ്ഷൻ ഡി ആണ്, വെങ്ങാനൂർ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂരിൽ വെച്ചിട്ടായിരുന്നു. 55 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണ്ണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. 55 ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠസ്വാമി. 56 എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? 56 ആൻസർ ഓപ്ഷൻ ഡി ആണ്, തലശ്ശേരി. 57 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? 57 ഓപ്ഷൻ സി ആണ്, 1797. 58 കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം? 58 ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഞ്ചുതെങ്ങ് കലാപം. 59 ഏത് വിപ്ലവത്തിനു സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? 59 ആൻസർ ഓപ്ഷൻ ഡി ആണ്, പഴശ്ശി വിപ്ലവം. പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല. 60 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? 60 ആൻസർ സി ആണ്, 1930. 61 മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? 61 ആൻസർ ഓപ്ഷൻ ബി ആണ്, 32. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? ആൻസർ 32. 62 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? 62ാമത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ശ്വാസകോശം. 63 മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, കരൾ. 64 ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? 64 ആൻസർ എ, മെഡുല ഒബ്ലോങ്കേറ്റ. 65 മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് 65 ആൻസർ ഓപ്ഷൻ ഡി, സെറിബെല്ലം. 66 പേശികളെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ ബി, മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. 67 പാചകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ? 67 ആൻസർ ഓപ്ഷൻ എ ആണ്, വൈറ്റമിൻ സി. 68 ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? 68 ആൻസർ ഓപ്ഷൻ എ ആണ്, ബയോട്ടിൻ. 69 സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? 69 ആൻസർ ഓപ്ഷൻ ബി ആണ്, അപ്പോളോ ഹോസ്പിറ്റൽ. 70 റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്താണ്? 70 ആൻസർ ഓപ്ഷൻ എ ആണ്, DDT. 71 ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണികകളേവ? 71 ആൻസർ ഓപ്ഷൻ എ ആണ്, ഇലക്ട്രോൺ. 72 കലാമിൻ ഏതു ലോഹത്തിന്റെ അയിരാണ്? 72 ആൻസർ ഓപ്ഷൻ സി ആണ്, സിങ്ക്. 73 ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രജൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. 74 ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം? ആൻസർ ഓപ്ഷൻ സി ആണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. 75 ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? 75 ആൻസർ ഓപ്ഷൻ സി ആണ്, ഓക്സിജൻ. 76 പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ആണ്? ആൻസർ ഓപ്ഷൻ സി, ഊർജം. 77 ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്? ആൻസർ ഓപ്ഷൻ ബി, ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന ചലനമാണ് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്? ആൻസർ ഓപ്ഷൻ ബി, ചലനം. 78 ദ്രവത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? 78 ആൻസർ ഓപ്ഷൻ സി ആണ്, 7 അവസ്ഥകൾ. 79 ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 10⁵. 80 സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്ലൂട്ടോ. 81
400-നും 1100-നും ഇടയ്ക്ക് 6ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട്? 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 117. 82. താഴെ കൊടുത്ത സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏതാണ്? 82 ആൻസർ ഓപ്ഷൻ എ ആണ് 3816. 83. താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക. കുറേ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അവയുടെ തുക എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് 62.303. 84. 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 29.991. 85. 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് 85. ആൻസർ ഓപ്ഷൻ ഡി 2/5. 86. ഏറ്റവും വലുത് ഏത്? 86 ആൻസർ ഓപ്ഷൻ ഡി ആണ് 21/25. 87. 4 കുട്ടികൾക്ക് ശരാശരി 7 വയസ്സ്. അഞ്ചാമത് ഒരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി 6 വയസ്സ്. അഞ്ചാമൻ്റെ വയസ്സ് എത്ര? 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 2. 88. ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം? 88ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 46%. 89. ഒരാൾ എയിൽ നിന്നും മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് ബിയിൽ എത്തിച്ചേർന്നു. തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിലും എത്തുന്നു. ഈ യാത്രയിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്ര? 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 75 കിലോമീറ്റർ. 90. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? 90ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ് 17.5 മിനിറ്റ്. 91. പ്ലസ് എന്നാൽ ഇൻറ്റു മൈനസ് എന്നാൽ പ്ലസ് ആയാൽ 14 + 3 - 4 എത്ര? 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 46. 92. ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 92ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് മൾട്ടിപ്ലിക്കേഷനും മൈനസും. 93. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 12, 6, 24, 12, 48, 24. 93ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് 96. 94. ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിനെ OMIEXY എന്ന് കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് KYYKPL. 95. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്കേത്? 95 ആൻസർ ഓപ്ഷൻ സി ആണ് ചെയിൻ. 96. ഇക്വിവലൻ്റ് ഡാഷുമായി ബന്ധമില്ല. 96 ആൻസർ ഓപ്ഷൻ എ ആണ് ഇക്വിറ്റി. 97. ബന്ധം കണ്ടുപിടിക്കുക. കാർഡിയോളജി ഹൃദയം, നെഫ്രോളജി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വൃക്കകൾ. 98. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? 98 ആൻസർ ഓപ്ഷൻ ബി ആണ് അൽനിക്കോ. 99. 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകും. മകളുടെ ഇന്നത്തെ വയസ്സ് എത്ര? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് 14. 100. 40 കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥൻ്റെ റാങ്ക് 3ൽ നിന്ന് 14ാമത്തേതാണ്. അവസാനത്തേത് വിശ്വനാഥൻ്റെ റാങ്ക് എത്ര? 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് 22. ഇതോടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിച്ചു. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.